ഗുജറാത്തിലെ 19 വയസ്സായ ഒരു പെൺകുട്ടി ട്യൂഷന് പോയതിനു ശേഷം വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവളെ വീട്ടുകാരാണ് ഇവളെ തപ്പിക്കൊണ്ട് തന്നെ ഇറങ്ങിയാണ്. പിന്നീട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇവളൊരു ചെരുപ്പ് കാണുകയും ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത തൊടിയിലാണെങ്കിലോ പിന്നീട് ഇവർ നേരെ പോയി അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവരെ മകളെ ആണെങ്കിൽ ബ്രൂട്ടലായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു. പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരികയും ചെയ്തു. അന്ന് സ്ഥലത്തെത്തി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രൂട്ടലായിട്ടാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഈ ശരീരം നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയാണ്. പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വരികയും ചെയ്തു. ഈ കുട്ടിയാണെങ്കിൽ മരണപ്പെടുന്നതിനും കാട്ടി മുമ്പേ തന്നെ ലൈംഗികമായി യൂസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണ് ഇത്തരത്തിൽ തന്നെ ലൈംഗികമായി യൂസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഓട്ടോപ്സി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോലീസുകാർ കേസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ പിന്നീട് 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഒരു ട്രെയിനിൽ കടന്നുകൊണ്ട് തന്നെ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളുമായിരുന്നു പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണെങ്കിൽ അവരും ഇത്തരത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ ഗുജറാത്തിലുള്ള ആൾക്കാരാണെങ്കിൽ CCTV കാര്യങ്ങളൊക്കെ കേന്ദ്രമാക്കി അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതിനു മുമ്പേ തന്നെ പോലീസുകാരാണെങ്കിൽ ഇതിന്റെ ചുറ്റുപാട് മുഴുവനായിട്ട് അന്വേഷണം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്കാണെങ്കിൽ ഒരു കറുത്ത ബാഗും അതുപോലെ തന്നെ ബ്ലാങ്കറ്റും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിനകത്തുള്ള CCTVന്റെ അകത്താണെങ്കിൽ ഇതിട്ടും കൊണ്ട് തന്നെ ഒരുത്തം പോകുന്നതായിട്ട് പോലീസുകാർ നോട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ മുഖവും കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പല സ്റ്റേഷനുകളിലെല്ലാം നോക്കിയതിനു ശേഷം ഒരു മുഖം വ്യക്തമാവുകയും പോലീസുകാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ടും ഫോട്ടോയും കാര്യങ്ങളും അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവൻ ഏതെങ്കിലും കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ചെക്കും കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെയാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഗുജറാത്തിലെ സൂറത്ത് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ തന്നെ ജയിലിൽ പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കുകയാണ് മറ്റു വശത്താണെങ്കിൽ ഈ വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുള്ള കൊലപാതകം കാര്യങ്ങളും പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിനുശേഷമാണെങ്കിൽ അവരെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ സ്ത്രീയുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ ആന്ധ്രയിൽ വെച്ച് ലോഗിനും കാര്യങ്ങളുമായിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നീടാണ് ആന്ധ്രയിൽ നിന്ന് സ്വിച്ച് ഓഫ് ഓൺ ആയതിനു ശേഷം പോലീസുകാർ ട്രേസും കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. പിന്നീടാണ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നീട് ഈ മൊബൈൽ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ഓണും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നത് തമിഴ്നാട് വെച്ചിട്ടാണ്. പിന്നീടാണ് ഇതിനെപ്പറ്റി യാതൊരു രീതിയിലുള്ള എവിഡൻസും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീടാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുകയാണ്. കർണാടകയിൽ നിന്ന് ഒരു സ്ത്രീ ട്രെയിനിൻ്റെ അകത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കർണാടക പോലീസുകാർക്ക് ഇൻഫർമേഷനും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു. കർണാടക പോലീസ് അവിടെ പോയി അന്വേഷണം കാര്യങ്ങൾ നടത്തിയാണ്. രമണമ്മ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസുകാർ വളരെയധികം വലിയ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ കർണാടകയിലും ട്രെയിനിൻ്റെ അകത്ത് മരിച്ചിട്ടുണ്ടായിരുന്ന ഈ 2 പേരുമാണെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നത് വികലാംഗർ യാത്ര ചെയ്യുന്ന ബോഗിയിലായിരുന്നു ഇവർ 2 പേരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ രമണമ്മയുടെ കയ്യിലാണ് ടിക്കറ്റും കാര്യങ്ങളും ഉണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റിനകത്താണ് ഈ സ്ത്രീയാണ് ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രീ വികലാംഗരുടെ ബോഗിയിൽ എത്തിയതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ ഗുജറാത്ത് പോലീസാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഇവനെ പറ്റി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരാൻ തുടങ്ങിയാണ്. അതായത് ഈ രാഹുലിനാണെങ്കിൽ ഒരു കാലിന് വലുപ്പക്കുറവുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ മുളന്നിട്ടാണ് നടക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യം നോട്ടും കാര്യങ്ങളും ചെയ്തു. പിന്നീടാണ് ഗുജറാത്ത് പോലീസിനാണ് ഈ രാഹുലിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു. ഈ രാഹുൽ ജാദവ് എന്ന് പറയുന്ന 30 വയസ്സുകാരന്റെ ലൊക്കേഷനും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിച്ചതിന് ശേഷം പിന്നീടാണ് അറസ്റ്റ് ചെയ്യുകയാണ്. ഇവൻ 1-2 കൊലപാതകമായിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, മറിച്ച് 5 കൊലപാതകമായിരുന്നു ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അത്തരത്തിൽ തന്നെ ഇവനെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവനായി ഇവൻ തുറന്നു പറയുകയാണ്. ഇവൻ്റെ 5ാം വയസ്സിലായിരുന്നു ഇവനിക്ക് പോളിയോ എന്ന് പറയുന്ന രോഗവും കാര്യങ്ങളും പിടിപെട്ടത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ്റെ ഒരു കാലിന് വലുപ്പശേഷിയും കാര്യങ്ങളും വരികയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ആ കാലാണ് ചെറുതാവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ ഇവൻ്റെ 4ാം ക്ലാസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇവൻ്റെ സ്കൂൾ പഠിപ്പും കാര്യങ്ങളും ഇവൻ അവസാനിപ്പിക്കുകയും ചെയ്തു. അതിന് കാരണമെന്ന് പറയപ്പെടുന്നത് ഇവൻ്റെ കൂട്ടുകാരെല്ലാം ഇവനെ ഇത്തരത്തിൽ തന്നെ നൊണ്ടിക്കാലൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ കളിയാക്കി എന്ന റീസൺ കൊണ്ട് തന്നെയായിരുന്നു ഇവൻ സ്കൂൾ പഠിപ്പും കാര്യങ്ങളും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ലോറി ഡ്രൈവർ ആകണമെന്ന്. അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ ലോറി ഡ്രൈവർ ആവാൻ വേണ്ടി പിന്നീട് ഉണ്ടായ മുൻകാലങ്ങളിലോട്ട് നോക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവർക്ക് ലോറി ഡ്രൈവർ ആവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായില്ല. ഈ കാല് കണ്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓണേഴ്സ് ഒന്നും ഇവനെ ഡ്രൈവറും കാര്യങ്ങളും ആയിക്കൊണ്ട് തന്നെ വെക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇവൻ ആരും ഈ കാല് കണ്ടുകൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇവൻ ആദ്യമായിട്ടൊരു കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇവൻക്ക് ലോറിയും കാര്യങ്ങളും കൊടുക്കാത്ത ആളുകളോട് ദേഷ്യം തോന്നുകയും പിന്നീട് ഈ ലോറിയും കാര്യങ്ങൾ ഇവൻ മോഷ്ടിച്ച് ഓടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. പിന്നീട് പോലീസുകാർക്ക് ഇൻഫർമേഷൻ ഇവർ കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ലോറി ഉടമകൾ
ഇത്തരത്തിൽ തന്നെ ഇൻഫർമേഷനും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവൻ അറസ്റ്റ് ചെയ്ത് പിന്നീടാണ് ജയിലിൽ കൊണ്ടുപോയി റിമാൻഡും കാര്യങ്ങൾ ചെയ്യുകയാണ്. റിമാൻഡും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീടാണ് ജയിലിൽ നിന്ന് ഇവൻ ആദ്യമായി പുറത്തിറങ്ങിയാണ്. പിന്നീട് ഒക്ടോബർ 24, 2024 ഇവനാണെങ്കിൽ റെയിൽവേയിൽ കയറിയതിനു ശേഷം വികലാംഗർ യാത്ര ചെയ്യുന്ന ബോഗിയിൽ ഇവൻ യാത്രയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പൂനെ ടു കന്യാകുമാരി പോകുന്ന ട്രെയിനിലായിരുന്നു ഇവൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവൻ വികലാംഗർ സഞ്ചരിക്കുന്ന ബോഗിൻ്റെ അകത്താണെങ്കിൽ ഒരു വയോധ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വയോധ്യൻ്റെ പക്കൽ ഇവൻ പോയതിനു ശേഷം സിഗരറ്റ് ചോദിക്കുകയാണ്. സിഗരറ്റ് ചോദിച്ചിട്ട് പിന്നീടാണ് ഇദ്ദേഹം സിഗരറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവനൊരു കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ വയോധ്യനെ ഇവൻ കൊലപ്പെടുത്തിയതിന് ശേഷമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അകത്തുണ്ടായിരുന്ന പൈസ അതുപോലെ തന്നെ ഓർണമെന്റ്സിൽ ഇദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവനാണെങ്കിൽ തൊട്ടടുത്ത സ്റ്റോപ്പുകളിൽ മാറി ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം 5 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ബാംഗ്ലൂർ ടു ഒഡീഷ പോകുന്ന ട്രെയിനിൻ്റെ അകത്ത് ഇവൻ കയറിയതിന് ശേഷം ഇത്തരത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ 60 വയസ്സായിട്ടുണ്ടായിരുന്ന ഒരു വയോധിയെ ഇവൻ കൊലപ്പെടുത്തുകയാണ്. ഇവരുടെ ശരീരവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തന്നെ വികലാംഗർ സഞ്ചരിക്കുന്ന ബോഗി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ സ്ത്രീയുടെ കഴുത്തിൻ്റെ അകത്തുണ്ടായ ഓർണമെന്റ്സ് മുഴുവനും മോഷ്ടിക്കും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ കർണാടകയിലും നടത്തിയിട്ടുള്ള കൊലപാതകം കാര്യങ്ങൾ ഇവനാണ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഗുജറാത്തിന്റെ അകത്ത് ആ 19 വയസ്സായ കുട്ടി എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസുകാർ ഇവന്റെ പക്കൽ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണെങ്കിൽ ട്രെയിൻ കാത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൾ മൊബൈൽ ഫോണിൻ്റെ അകത്ത് വിളിച്ചുകൊണ്ട് തന്നെ ഇവൻ പോകുന്നത് കാണുന്നത്. പിന്നീടാണ് ഇവളെ വൈത്താൽ ഇവൻ പോവുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു മണ്ണിട്ട് റോഡ് എത്തിയതിനു ശേഷമാണ് പിന്നീട് ഇവളെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം അവിടെ കൊണ്ടുപോയി റേപ്പും കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെക്കാട്ടി മുമ്പേ തന്നെ ഇവളെ കഴുത്ത് മുറുക്കി പിടിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇവൾ മയങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ഇവളെ ബ്രൂട്ടലായി റേപ്പ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഇവളെ കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഇവളെ ബ്രൂട്ടലായി റേപ്പും കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷമാണെങ്കിൽ ഇവന്റെ ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ബാഗും എടുക്കാതെ തന്നെ പിന്നീടാണ് തൊട്ടടുത്ത സ്ഥലത്താണ് ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു കടയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആ കടയിൽ പോയതിനു ശേഷം ജ്യൂസും കാര്യങ്ങളും കുടിച്ചതിന് ശേഷം പിന്നീട് ഇവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ പോലീസുകാരെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിനിടെ തന്നെ ഇവന്റെ ബാഗും അതുപോലെ തന്നെ ബ്ലാങ്കറ്റും പോലീസ് റിക്കവറും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇവൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് കർണാടകയിലും വെസ്റ്റ് ബംഗാളിലും ഇവൻ കൊലപാതകം കാര്യങ്ങൾ ചെയ്തത് എന്ന് പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ കേസും കാര്യങ്ങളും നടന്നുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അതായത് പലയിടത്തും തന്നെ കേസും കാര്യങ്ങളും കോടതിയിൽ നടന്നുകൊണ്ടാണ് വരുന്നത്. ഇവനിക്ക് യഥാർത്ഥ ശിക്ഷയും കാര്യങ്ങളും കോടതി കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊരു നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.